കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും പ്രയാസമുള്ളത് ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും ഒരിക്കൽ പോലും ഒരേ ഉത്തരമായിരിക്കാൻ സാധ്യതയില്ല. 4 സുവിശേഷങ്ങൾ വളരെ വിശദമായി തന്നെ പഠിച്ചാലും ഒരു ഉത്തരവും ചിലർക്ക് ലഭിക്കാനും സാധ്യതയില്ല. കാരണം നിത്യതയിൽ വിശ്രമിക്കുന്ന നമ്മുടെ കാനമച്ചൻ പല സ്ഥലങ്ങളിലും പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം ഇങ്ങനെയാണ്: നമ്മളിൽ പലരും ആമീൻ കർത്താവേ വരണേ എന്നല്ല പറയുന്നത്, ആമീൻ കർത്താവേ തരണേ എന്നാണ് പറയുന്നത്. എത്ര കിട്ടിയാലും പിന്നെയും തരണേ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഏതായാലും ഇതൊന്ന് മുഴുവൻ കേൾക്കണേ. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 3-ാം വാക്യം വായിക്കട്ടെ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമേ. ശിഷ്യന്മാർ കർത്താവിനോടുകൂടി സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറയായി. അവർക്കിതിനിടെ ഒരു ആഗ്രഹമുണ്ടായി, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പഠിക്കണം. നോക്കണേ, എത്ര നല്ല ഒരു ആഗ്രഹമായിരുന്നു അത്. വേറെ എന്തെല്ലാം വേണമെങ്കിലും അവർക്ക് കർത്താവിനോട് ചോദിക്കാമായിരുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ, പുതിയ എന്തെങ്കിലും സിദ്ധി എങ്ങനെയാണ് പ്രാപിക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കാമായിരുന്നു. ഒരുപക്ഷെ ഇന്നത്തെ കാലത്താണ് യേശു തമ്പുരാൻ നമ്മോടുകൂടെ ഉണ്ടായിരുന്നത് എങ്കിൽ നമ്മളിൽ പലരും കർത്താവിനോട് ചെന്ന് ചോദിക്കുന്നത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്നായിരിക്കുമോ? അതിനുള്ള സാധ്യത തീരെയില്ല. കാരണം നമ്മളാരും പൗലോസ് ശ്ലീഹായെ പോലെ അല്ലല്ലോ. നമുക്കൊക്കെ നല്ലോണം പ്രാർത്ഥിക്കാൻ അറിയുന്നവരാണല്ലോ. അപ്പോസ്തലനായ പൗലോസ് പോലും പറയുന്നത് വേണ്ടുവണ്ണം പ്രാർത്ഥിക്കാൻ അറിയില്ല എന്നാണ്. മറ്റൊരു കാര്യം, അഥവാ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഈ വായിച്ച വാക്യം ഈ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് കയറി വരുന്നത് നമുക്ക് അത്ര താല്പര്യമുള്ള കാര്യമായിരിക്കില്ല. ഈ വിഭാഗത്തിലെ ഏത് കൂട്ടത്തിൽപ്പെടുന്നവരാണെങ്കിലും, അതിൻ്റെ ശുശ്രൂഷകന്മാർ ഏതെല്ലാം പദവിയിൽ ഇരിക്കുന്നവരാണെങ്കിലും, വിശ്വാസി മക്കൾ ഏതെല്ലാം ഇടങ്ങളിൽ, ഏതെല്ലാം നിലകളിൽ, ഏതെല്ലാം പദവികൾ അലങ്കരിക്കുന്നവരാണെങ്കിലും, അവരിൽ പലർക്കും ഒരുപക്ഷെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് അന്നന്നത്തെ ആഹാരം മാത്രം മതി എന്ന പ്രാർത്ഥന കൊണ്ട് ആശ്വസിക്കാം എന്നുള്ളത്. സത്യത്തിൽ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ രഹസ്യം നമ്മളൊന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്നും നമ്മൾ ഇത് തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു. ബാക്കിയുള്ള വാക്യങ്ങൾ മുഴുവൻ ഒഴിവാക്കേണ്ട വന്നാൽ പോലും ഞങ്ങൾക്ക് അന്നുള്ള ആഹാരം തരണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്താണെന്നറിയാമോ? ഒരിക്കൽ 2 സ്നേഹിതന്മാർ തമ്മിൽ ദീർഘനാളിന് ശേഷം കണ്ടുമുട്ടി. സാമാന്യം തരക്കേടില്ലാത്ത സാമ്പത്തിക ചുറ്റുപാടുകളിലായിരിക്കുന്നു അവരിപ്പോൾ. ഏതായാലും അവരിൽ ഒരാൾ പറഞ്ഞു, ഇന്ന് വൈകുന്നേരത്തെ അത്താഴം എൻ്റെ വീട്ടിലാണ്. ദീർഘനാളിന് ശേഷം കാണുന്ന തൻ്റെ സ്നേഹിതന് ഏറ്റവും മെച്ചപ്പെട്ട ആഹാരങ്ങൾ തയ്യാറാക്കുന്നതിൽ ഈ സ്നേഹിതൻ അല്പം പോലും മടി കാണിച്ചില്ല, പിശുക്ക് കാണിച്ചില്ല. കൃത്യസമയത്ത് തന്നെ സ്നേഹിതൻ ഇവിടെ വീട്ടിലെത്തി. കുടുംബമായിട്ടാണ് വന്നിരിക്കുന്നത്, മക്കൾ ഉൾപ്പെടെ. അതേസമയം കുശല പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ചില മിനിറ്റുകൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം ആഹാരം കഴിക്കാനായിട്ട് ക്ഷണിക്കപ്പെട്ടു. അവർ ഡൈനിങ് റൂമിലേക്ക് പോയി. സാമാന്യം വിസ്താരമുള്ള ഒരു ഊണുമേശയായിരുന്നു. ആ മേശയുടെ മുകളിൽ 1 ഇഞ്ച് പോലും സ്ഥലമില്ലാതെ എല്ലാ മുക്കിലും മൂലയിലും തിക്കി നിറച്ചു വെച്ചിരിക്കുകയാണ് വിവിധ തരങ്ങളിലുള്ള ആഹാര പദാർത്ഥങ്ങൾ. ഒടുവിൽ ഇവർ ഭക്ഷണം ആരംഭിച്ചു. അതിഥിയായി വന്നയാളിൻ്റെ ആവശ്യം, നീ കൂടി ഞങ്ങളുടെ കൂടെ ഭക്ഷിക്കണം. എത്ര പറഞ്ഞിട്ടും ഇദ്ദേഹം സമ്മതിക്കുന്നില്ല. ഒടുവിൽ നിർബന്ധം വയ്യാതെ ആയപ്പോൾ ഇദ്ദേഹവും ഭക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഈ മേശപ്പുറത്ത് നിരത്തി വെച്ചിരിക്കുന്ന യാതൊരു ആഹാരവും അദ്ദേഹം കഴിക്കാൻ തയ്യാറായില്ല. ക്യാരറ്റിൻ്റെ ചില കഷണങ്ങളും കുക്കുംബർ അരിഞ്ഞ ചില കഷണങ്ങളും മധുരം കുറവുള്ള 2-3 ചെറുപഴങ്ങളും ഒട്ടും എണ്ണ ചേർക്കാത്ത ഒരു ചപ്പാത്തിയുമായിരുന്നു ഈ സ്നേഹിതന്റെ ആഹാരം. അതിഥിയായി വന്നയാൾ അമ്പരപ്പോടെ ചോദിച്ചപ്പോൾ ഇദ്ദേഹം ഉത്തരം പറഞ്ഞത്, എനിക്ക് ഇങ്ങനെയുള്ള ഒന്നും കഴിക്കാൻ വയ്യ, എനിക്ക് ഇത്രയൊക്കെ മാത്രമേ ആകൂ എന്ന് ഡോക്ടർ കർശനമായി നിർദ്ദേശിച്ചിരിക്കുകയാണ്. നോക്കൂ പ്രിയരെ, അന്നന്ന് കിട്ടുന്ന ആഹാരം കഴിക്കാൻ നമുക്ക് ആരോഗ്യവും അവസരവും ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണുള്ളത്? വിവാഹം പോലെയുള്ള ആഘോഷ പരിപാടികളിലൊക്കെ സംബന്ധിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ഓരോരുത്തരുടെയും ആഹാര ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളുമൊക്കെ. ഞാൻ ഒന്നുകൂടി പറയുന്നു, യേശു തമ്പുരാൻ പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങളിൽ ഒന്നാണ് അന്നന്നുള്ള ആഹാരം നമുക്ക് ലഭിക്കുന്നതും അത് കഴിക്കാനുള്ള അവസരമുണ്ടാകുന്നതും.
അതായത് ആരോഗ്യം ഉള്ള ഒരു ശരീരം, ആരോഗ്യമുള്ള ഒരു ജീവിതം, ആരോഗ്യമുള്ള ഒരു മനസ്സ്. എല്ലാ പ്രായത്തിലും എല്ലാം കഴിക്കാമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എത്ര സമ്പാദിച്ചു കൂട്ടിയാലും എത്രയെല്ലാം ശേഖരിച്ചു വെച്ചാലും അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല. ദൈവം തരുന്ന ആയുസ്സിൽ ദൈവം തരുന്നതൊക്കെ മതി എന്ന് വയ്ക്കുക. ദൈവം സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ആയുസ് ആരോഗ്യത്തോടെയും ബലത്തോടെയും അങ്ങയിൽ സന്തോഷിക്കുന്ന അനുഭവത്തോടെയും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.